ആരാധക വൃന്ദം ശാന്തരാകുക എന്നുള്ളതാണ് പറയാനുള്ളത്. അല്പം ഒന്ന് ഒരു പൊടി കടങ്ങണം. പിന്നീട് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ നമ്മൾ പരാജയപ്പെടുമ്പോൾ എതിരാളികൾ നമ്മളെ ആക്ഷേപിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് മത്സരിച്ചപ്പോഴൊക്കെ തന്നെ പരാജയപ്പെട്ട ഒരാൾ എന്ന് പറയുമ്പോൾ അദ്ദേഹം കീറി മുറിക്കപ്പെടുന്നുണ്ടെങ്കിലും ഒരിക്കൽ പോലും ഞാൻ അതിന്റെ പേരിൽ ക്ഷോഭിച്ചിട്ടില്ല. ഞാൻ ഒരാളെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. 3 തവണയും ഞാൻ പരാജയപ്പെട്ടു. ഒരിക്കൽ കൂടി ജനസമക്ഷം നിൽക്കും. ഞാൻ ഈ നാട്ടിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് എനിക്കൊരു അവസരം നൽകണമെന്നാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് നേതൃത്വം കൊടുത്തിരുന്ന നേതാക്കന്മാർ മധ്യപ്രദേശിലെ ജ്യോതിരാദിത്യ സിന്ധ്യ പോയി, കാശ്മീരിലെ മൊടിചൂട മന്നനായിരുന്ന ഗുലാം നബി ആസാദ് പോയി, മറ്റ് സംസ്ഥാനങ്ങളിലെ സംസ്ഥാന മുഖ്യമന്ത്രിമാരായിരുന്ന ആളുകൾ, DCC അധ്യക്ഷന്മാരായിരുന്നവരൊക്കെ പോയിട്ടുണ്ട്. ആ പോയിട്ടുള്ള ഇപ്പോഴും ഈ ത്രിവർണ്ണ പതാക അതിശക്തമായി നിലനിന്നതിന്റെ കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന ഈ ആശയം വളരെ കൃത്യമായ സ്ക്രിപ്റ്റഡ് ഡോക്യുമെന്റ്സ് എല്ലായിടവും പടരുകയാണ്. അപ്പൊ അതുകൊണ്ട് അത് വേണ്ട. ഇത് കഴിഞ്ഞും ഇതിനു മുമ്പും കോൺഗ്രസ് ഉണ്ടായിരുന്നു, ഇതിനു ശേഷവും കോൺഗ്രസ് ഉണ്ട്, ഇനി അങ്ങോട്ട് കോൺഗ്രസ് ഉണ്ട്. ആരൊക്കെ തീർന്നാലും ആരൊക്കെ അവസാനിച്ചാലും ഈ നാടിന്റെ മൂല്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്, രാജ്യത്തെ മൂല്യങ്ങൾ നിലനിൽക്കുന്നുള്ള കോൺഗ്രസ്. അതുകൊണ്ട് ആരാധക വൃന്ദം ശാന്തരാകുക എന്നുള്ളതാണ് പറയാനുള്ളത്. അല്പം ഒന്ന് ഒരു പൊടി കടങ്ങണം. ഇവരെല്ലാം ഒരു പൊടി കടങ്ങണം. പറയുന്നത് കൊണ്ട് ഭീഷണിപ്പെടുത്തിയും അതല്ലെന്നുണ്ടെങ്കിൽ നവമാധ്യമങ്ങളോട് ആക്ഷേപിച്ച് നിർത്താമെന്ന് കരുതണ്ട. കാരണം ഈ പ്രസ്ഥാനത്തോടുള്ള ആത്മാർത്ഥം കൊണ്ട് തന്നെ പറയാണ്, ഇവരാരും ഇല്ലെങ്കിലും കോൺഗ്രസ് നിലനിൽക്കും. ഇതാണ് ഓന്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് അങ്ങേര് കാണിച്ചു തന്നു.